ബ്ലാക്ക് വ്യൂ എന്ന ബ്രാൻഡിന്റെ ബ്ലാക്ക് വ്യൂ ഓസ്കൽ പൈലറ്റ് 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സാധാരണ ഫോണുകളിൽ കാണാത്ത പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ ഓസ്കൽ പൈലറ്റ് 2 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അതിന് തന്നെ പറയേണ്ട ഒരു കാര്യം, IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അത് മാത്രമല്ല MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ -20°C അതുപോലെ തന്നെ 60°C ഇടയിലായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വെയിറ്റിന് തന്നെ 8GB റാമും 256GB ഇന്റേണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് 24GB റാം വരെ ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ NFC എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 170 ലൂമൻസിന്റെ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു LED ലൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോൺ വെട്ടം നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ 19,771 mm² വരെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 8800 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. സാധാരണ നമ്മൾ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂടിയ ബാറ്ററി കപ്പാസിറ്റി എന്നാണ് പറയാറ്. ആ ടൈമിലാണ് ഇതിൽ 8800 mAh ബാറ്ററി വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ള മെയിൻ ഡിസ്പ്ലേ മാത്രമല്ല, ഫോണിന്റെ ബാക്കിൽ 1.3 ഇഞ്ചിന്റെ ഒരു ചെറിയ റൗണ്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില നോട്ടിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാമറ വ്യൂ ഫൈൻഡർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള DocOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN5ന്റെ സെൻസറാണ്. 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120° ആണ്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഫ്രണ്ടിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 23,200 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ഫോണുകളിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലത് വരുന്നില്ല, LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ സൈഡിലേക്ക് അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ വെയിറ്റ് 368 ഗ്രാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. സാധാരണ ഫോണുകളിൽ കാണുന്നതിനേക്കാളൊക്കെ ഡബിൾ വെയിറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 17 mm തിക്നെസ്സും വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ ആയിട്ടുള്ള തിക്നെസ്സും വരുന്നുണ്ട്. പിന്നെ പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, വെയിറ്റും തിക്നെസ് കൂടാറുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ്സും ഒക്കെ സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 23,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല. പ്രോസസ്സറും ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. 5G സപ്പോർട്ടൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലത് വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ $279.99 എന്ന പ്രൈസിംഗിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 23,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഫോണിന്റെ ബാക്കിൽ രണ്ടാമതൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ IP68 69K റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. 24GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് ചില കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സറും വരുന്നില്ല.
ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ്, ബാറ്ററി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. അതുപോലെ തന്നെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും. ഈ ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സറും ഇതിൽ വരുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുതലുമാണ്. അപ്പം ഇതുപോലുള്ളൊരു ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസ്, അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേക്കാണ്. അപ്പം അത് രണ്ടും അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തോളണം എന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.